ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓ, എപ്പോഴേ ഇറങ്ങി? സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എല്ലാവരും. വന്നെന്ന് തോന്നുന്നു. പറഞ്ഞ നാവ് വായിലോട്ടിട്ടില്ല. ദേ അപ്പോഴേക്കും എത്തി. അർച്ചന ഒന്ന് നിന്നേ. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമില്ല. പക്ഷെ ഇനി ഒരിക്കലും നീ ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന് ഓർക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. മനസ്സിൽ കുറിച്ചിട്ടോ, ഇത് നിന്റെ ഒടുക്കത്തെ പോക്കാ. ഇനി ഒരിക്കലും നിനക്ക് ഈ പടി ചവിട്ടേണ്ടി വരില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. സന്ദീപിനോട് ഞാൻ യാത്ര പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലായിരുന്നു. പോട്ടേന്നല്ല ഞാൻ പറഞ്ഞത്, പോയിട്ട് വരട്ടേന്നാ. ഓ, എന്റെ ഒടുക്കലത്തെ പോക്കായിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. ഇവിടെ നടന്നതൊന്നും എന്റെ കുഞ്ഞിന്റെ ദോഷം കൊണ്ടല്ല എന്നുള്ളത് ഞാൻ തെളിയിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തിരിച്ചു വരും. അന്ന് ഈ വീട്ടിൽ നിന്നും നിങ്ങളുടെ പടിയിറക്കുമായിരിക്കും. എന്നേക്കുമായിട്ട് നെല്ലിശ്ശേരിയിൽ നിന്നും നിങ്ങൾക്ക് പോകേണ്ടി വരും. അങ്ങനൊരു ദിവസം ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദിവസം മാത്രമേ ഇനി ഞാൻ തിരിച്ച് ഈ വീടിന്റെ പടി കയറൂ. ചേച്ചി, ചേച്ചി കരയല്ലേ? എന്റെ അതിരി പോലെയാണ് നീ എനിക്ക്.
എന്റെ നാത്തൂൻ രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്റെ തലവിധി അനുഭവിക്കാതെ പറ്റില്ലല്ലോ. അതെങ്ങനെയാ? ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും ഒന്ന് കേക്കണ്ടേ? ദോഷങ്ങളുടെ ഭാണ്ഡക്കെട്ടും വയറ്റിലിട്ടോണ്ടാ അവൾ അങ്ങോട്ട് വരുന്നത്. അത് ഓർമ്മ വേണം. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഞാൻ മീരയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി. എന്തായാലും നല്ല സഹായം അവന്തിക ചെയ്തത്. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഇനി സ്ഥിരമായിട്ട് അവളോട് താമസിക്കാനുള്ളതല്ലേ? അല്ല, അപ്പൊ പ്രസവം കഴിഞ്ഞ് അവളിനി നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇല്ലെന്നാ കേട്ടത്. അതുകൊണ്ടാ നിന്നോടൊന്ന് സൂക്ഷിച്ചോളാം ഞാൻ പറഞ്ഞത്. ഇപ്പൊ എത്താറായി കാണും. സ്വീകരിക്കാൻ കർപ്പൂരത്താലം എടുത്ത് തയ്യാറായി നിന്നോ. അപ്പൊ ശരി, വെക്കുവാ. നിനക്ക് എന്ത് പറ്റി? മുഖം കടന്നൽ കുത്തിയ പോലെ. കടന്നലല്ല, ചിലപ്പോ കാട്ടിലെ പുലി നാട്ടിലിറങ്ങി വന്ന് നമ്മളെ പിടിക്കും. അത്രയ്ക്കുണ്ടല്ലോ കഷ്ടകാലം. ഇവക്ക് ഇന്നലെ മുതൽ തുടങ്ങിയതാ ഈ അസുഖം. മിക്കവാറും ഇവളെ ചികിത്സിക്കേണ്ടി വരും. ചികിത്സിക്കേണ്ടതേ എന്നെയല്ല, അഹങ്കാരവും കാണിച്ച് നെല്ലിശ്ശേരിയിൽ നിന്നും പടിയിറങ്ങി വരുന്ന സ്വന്തം മോളയാ. ഓ, അവൾ അവിടെ നിന്ന് ഇറങ്ങിയോ? വിളിച്ചില്ല. ഓ, എപ്പോഴേ ഇറങ്ങി. സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എല്ലാവരും. വന്നെന്ന് തോന്നുന്നു. പറഞ്ഞ നാവ് വായിലോട്ടിട്ടില്ല, ദേ അപ്പോഴേക്കും എത്തി.